ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഞാൻ രാത്രിയിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. ഒരു അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാകും. നമുക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിച്ച ആ കുട്ടി എന്തോരം ഒരു മെന്റൽ ട്രോമയിലൂടെ ആയിരിക്കും അല്ലേ കടന്നുപോയത്. എന്തായാലും ഈ ഒരു ബിഗ് ബോസിന് ശേഷം നമ്മൾ രേണുസുതിയോട് ഒരിച്ചിരി ഇഷ്ടവും ഒക്കെ വന്നു തുടങ്ങിയ ഒരാളായിരുന്നു കേട്ടോ ഞാനും. എങ്ങനെയെങ്കിലും അവർ ജീവിച്ചു പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഓർത്തു. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ പോലും 2 കുട്ടികളുള്ളതല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്നൊക്കെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഓർക്കും കേട്ടോ. പക്ഷെ ഇന്നലെ ആ കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം നമുക്ക് എത്രത്തോളം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. രേണുസുതി എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇത്രയും നാള് പിടിച്ചു വെച്ചിരുന്നതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ 3 അമ്മമാർ ഉണ്ടായിട്ട് പോലും ഒരമ്മയുടെ സ്നേഹം പോലും കിട്ടാത്ത ആ കുട്ടിയുടെ അവസ്ഥ എത്രത്തോളം ആ കുട്ടി അനുഭവിച്ചു എന്നുള്ള ആ കാര്യങ്ങൾ ശരിക്കും ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെപ്പോലെയുള്ള അമ്മമാരൊക്കെ കിച്ചുവിന് സപ്പോർട്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.